ശനിയാഴ്ച മീൻ പിടിക്കാൻ പോയതിൻ്റെ കാരണമായി കുരങ്ങന്മാരായി മാറ്റപ്പെട്ട ഒരു വിഭാഗം ആളുകളുടെ കഥ എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അതിൻ്റെ ആയത്ത് ഇങ്ങനെയാണ്: ശനിയാഴ്ചയിൽ അതിക്രമം പ്രവർത്തിച്ച ഒരു കൂട്ടരെ, നിങ്ങളുടെ ഒരു കൂട്ടരെ നിങ്ങൾക്കറിയുകയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അവരോട് നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങുകളായി തീരട്ടെ എന്ന് നാം അവരോട് പറയുകയുണ്ടായി, കൽപ്പിക്കുകയുണ്ടായി. ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മദീനക്കും ഷാമിനും ഇടയിൽ ഐല എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നത്രേ. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവം മഹാനവറുകൾ വിശദീകരിക്കുന്നുണ്ട്. ഈ ഐല എന്ന് പറയുന്ന പ്രദേശത്ത് വർഷത്തിൽ ഒരു മാസം ആ പ്രദേശത്തെ കടൽ തീരത്ത് ധാരാളം മത്സ്യങ്ങൾ വന്നടിയും. അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ അതിൽ നിന്ന് പിടിക്കുകയും ചെയ്യും. വർഷത്തിലൊരു മാസം മാത്രം. അല്ലാത്ത മാസങ്ങളിലൊക്കെ ശനിയാഴ്ച മാത്രമേ അവിടെ മത്സ്യം വരാറുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു അവരോട് പ്രത്യേകമായി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ശനിയാഴ്ച മീൻ പിടിക്കാൻ പോകരുത് എന്ന്. പക്ഷേ അവരെന്ത് ചെയ്തു? ഭയങ്കര വിളവുള്ള ആളുകൾ ആ കടലിൻ്റെ തീരപ്രദേശങ്ങളിലൊക്കെ ചില കുളങ്ങളും വലിയ വലിയ തടാകങ്ങളൊക്കെ അവർ നിർമ്മിച്ചു. ആ കടൽ തീരത്ത് നിന്ന് ഇങ്ങനെ വഴി അതിലേക്ക് വെട്ടുക. എന്നിട്ട് എന്ത് ചെയ്യുക? കടൽ തീരത്തിലെ വെള്ളം അതിലൂടെ ഒഴുകി വരുമല്ലോ. അപ്പോൾ ശനിയാഴ്ച മത്സ്യം വരുമ്പോൾ അതിലൂടെ ഒഴുകി അവരുടെ കുളങ്ങളിലേക്ക് വരും. എന്നിട്ട് ആ വഴി അവർ അടച്ചു കളയുകയും ചെയ്യും. ആ മത്സ്യം അതിലുണ്ടാവും. എന്നിട്ട് അതിൽ നിന്ന് പിന്നെ മീൻ പിടിക്കുക. അങ്ങനെ അവർ കാലാകാലം തലമുറകളായി ഇങ്ങനെ ആ പ്രവൃത്തി ചെയ്തു. അവർ വലിയ സമ്പന്നരായി മാറുകയും ചെയ്തു. പക്ഷെ അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടെന്ത്? ശനിയാഴ്ച മീൻ പിടിക്കരുതെന്ന്. അവരെന്ത് ചെയ്തു? അതിനൊരു ഒരു ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അവരത് കുളങ്ങളിലേക്ക് മാറ്റി അതിൽ നിന്ന് പിടിക്കാൻ തുടങ്ങി. അത് കാരണമായി മൂസാ നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞു എന്നാണ്, അള്ളാഹുവിൻ്റെ ഭയങ്കരമായ ശിക്ഷ നിങ്ങൾക്കിറങ്ങും, നിങ്ങൾ ഈ ചെയ്യുന്നത് മഹാപാതകമാണ്, അത് ചെയ്യാൻ പാടില്ല എന്നവരോട് പ്രത്യേകമായി പറയുകയും ചെയ്തു. പക്ഷെ അവരതൊന്നും കേൾക്കുന്ന മട്ടില്ല. അവരവരുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത് പ്രകാരം അവർക്ക് ശിക്ഷ ഇറങ്ങി 3-ാം ദിവസം അവരൊക്കെ നശിച്ചു പോവുകയും ചെയ്തു എന്നാണ്. ഇതിൻ്റെ തഫ്സീറിൽ മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഈ കുരങ്ങന്മാരായി രൂപാന്തരപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, കുരങ്ങന്മാരായി രൂപാന്തരപ്പെട്ടു എന്ന് പറഞ്ഞു. അത് ശരിക്കും കുരങ്ങന്മാരായി രൂപമാറ്റം സംഭവിക്കുകയായിരുന്നില്ല. അവരുടെ പ്രകൃതങ്ങളിൽ മനുഷ്യപ്രകൃതിയിൽ നിന്ന് മാറി അവരുടെ പ്രകൃതം ഒരു കുരങ്ങൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ ഉള്ള ഒരു പ്രകൃതമായി മാറി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു അവരുടെ തഫ്സീറിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലൊക്കെ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഏതായാലും